രണ്ട് ഡോക്ടേഴ്സെ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരാൾ പോയിട്ട് കാസർഗോഡ് കർണാടക ബോർഡറിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. അപ്പോൾ അവിടെ അയാളുടെ ക്ലിനിക്ക് നോക്കുമ്പോൾ നല്ല പോപ്പുലേഷൻ ഉണ്ട്, ഇഷ്ടംപോലെ കർഷകരുള്ള സ്ഥലമാണ്, നന്നായിട്ട് കൃഷിയുള്ള സ്ഥലമാണ്, നല്ല പോപ്പുലേഷൻ ഉണ്ട്, കുറച്ച് വീടുകളുണ്ട്. പക്ഷെ ക്ലിനിക്ക് പിക്കപ്പ് ആവുന്നില്ല. അപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പം അവിടുത്തെ ആളുകളൊക്കെ രാവിലെ എഴുന്നേൽക്കും, ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് അവർ പാടത്തേക്ക് ഇറങ്ങും, കൃഷിക്ക് പോകും. അത് കഴിഞ്ഞ് വന്ന് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴേക്ക് വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച് 7 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ടൈപ്പ് ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ തന്നെ അവരുടെ ഹോം റെമഡി അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സിലൂടെ അത് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അതേ സ്ഥലത്ത് നിന്ന് പഠിച്ച് ഇറങ്ങിയ ആൾ തന്നെ അയാൾ ക്ലിനിക്ക് തുടങ്ങിയത് വേറെ ഒരു ഇത് നോക്കിയിട്ടാണ്. അപ്പം അദ്ദേഹം മലബാർ മേഖലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു രാത്രി 10 മണിക്ക് ശേഷം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് തുറന്ന് കിടക്കുന്ന ഒരു ഏരിയ. രാത്രി 10 മണിക്ക് ശേഷം 12 മണി 1 മണി 2 മണി 3 മണി ആ ഒരു രാവിലത്തെ സമയം വരെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ലൈറ്റ് ഇട്ട് വളരെ ലൈവായിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് അദ്ദേഹം ക്ലിനിക്ക് തുടങ്ങുന്നത്. ഭയങ്കര പേഷ്യൻസ് ആണ് അവിടെ. ഷുഗറുള്ള പേഷ്യൻസ് ഉണ്ട്, വയറുവേദനയുള്ള പേഷ്യൻസ് ഉണ്ട്, വയറ്റുനോക്കുള്ള പേഷ്യൻസ് ഉണ്ട്, കൊളസ്ട്രോളുള്ള പേഷ്യൻസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡുള്ള പേഷ്യൻസ് ഉണ്ട്, കിഡ്നി ഫെയിലിയറുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പം മിക്കവാറും ഭയങ്കര തിരക്കുള്ള ഡോക്ടറായി ഒരേ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ രണ്ട് പേരിൽ ഒരാൾ മാറി. ഒരു ഡോക്ടർമാരുടെ സമയത്തോളം എവിടെ ക്ലിനിക്ക് തുടങ്ങണം എന്നുള്ളതും ഒരു പാഠമാണ്. എന്തുകൊണ്ട് ക്ലിനിക്കിൽ തിരക്ക് കൂടി എന്നുള്ളത് പേഷ്യൻസും ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്.